ഹലോ, നമ്മൾ ഫാത്തിമയിലാണുള്ളത്. ഫാത്തിമ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും മനസ്സിലേക്ക് വരുന്നത് മാതാവാണ്. അതെ, നമ്മൾ ഫാത്തിമ മാതാവിൻ്റെ പള്ളിയിലാണുള്ളത്. ഇതിൻ്റെ ഹലോ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പോർച്ചുഗലിലെ ഫാത്തിമയിലാണ്. അപ്പോൾ നമുക്കൊക്കെ ഇഷ്ടം പോലെ പള്ളികൾ നാട്ടിലൊക്കെ ഫാത്തിമ മാതാ ചർച്ചൊക്കെ ഒത്തിരി ഉണ്ട്, നമുക്കറിയാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ തന്നെ ഇടവ നോക്കുവാണെങ്കിൽ ഫാത്തിമ മാതാ ചർച്ചാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് ഈ ഒരു പ്ലേസിൽ നിന്നാണ്. വെരി സേക്രഡ്, വെരി ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ ഇതിൻ്റെ 3 മെയിൻ ചേർച്ചസാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനുള്ളത്. ഇതാണ് മെയിൻ ചേർച്ച്. ഇത് ബസിലിക്ക ഓഫ് ദ ലേഡി ഓഫ് റോസറി ഓഫ് ഫാത്തിമ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഞങ്ങൾ മാസിൻ്റെ ടൈം ഏകദേശം കണക്ക് കൂട്ടിയിട്ടായിരുന്നു ഫാത്തിമയിൽ പോയത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റി. അതുകൊണ്ട് തന്നെ അവിടെ കുർബാനയ്ക്ക് കൂടാൻ ഞങ്ങൾക്ക് പറ്റി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 മെയിൻ പള്ളികളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതാണ് ആ സെക്കൻഡ് വൺ, ആ ലൈറ്റ് ഇട്ടിരിക്കുന്നത്. അവിടെ ഞങ്ങൾ നടന്നു വരുന്ന സമയത്ത് റോസറി നടക്കുമായിരുന്നു. ഈ ചാപ്പലിൻ്റെ പേര് ചാപ്പൽ ഓഫ് അപ്പരീഷൻസ് എന്നാണ്. ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് പണിതിരിക്കുന്ന ചാപ്പലാണ് ഇത്, ചാപ്പൽ ഓഫ് അപ്പരീഷൻസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദൂരെ നോക്കിയാൽ അവിടെ അതിൻ്റെ ബാക്കിലായിട്ട് വേറൊരു വലിയ ചാപ്പൽ കാണാൻ പറ്റും. അതാണ് ചാപ്പൽ ഓഫ് ദ ഡെത്ത് ഓഫ് ജീസസ്. അപ്പോൾ അതെന്ന് പറയുന്നത് 8000 ആൾക്കാരെയൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു ചാപ്പലാണ്. ഞങ്ങളതിൻ്റെ ഉള്ളിൽ കയറി. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ടാവും. അത്രയും വലിയൊരു ചാപ്പൽ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അപ്പം മാർപ്പാപ്പയൊക്കെ വരുമ്പോഴാണെങ്കിലും അവിടെയാണ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുൻപാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞത്. അപ്പം ചെറിയ ആട് മേയ്ക്കുന്ന പിള്ളേർ 3 പേര്, ജസീന്ത, ലൂസിയ, ഫ്രാൻസിസ്ക. അപ്പം ഈ 3 പേരാണ് കേട്ടോ മെയിൻ ആൾക്കാരാണ് ഇതിൻ്റെ. അപ്പം അവർക്ക് മാതാവ് 100 വർഷങ്ങൾക്ക് മുമ്പ് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഫാത്തിമ. അപ്പം ലൂർദും ഫാത്തിമയാണ് മാർപ്പാപ്പ ഏറ്റവും കൂടുതൽ അംഗീകരിച്ചിട്ടുള്ള മാതാവ്. പ്രോപ്പർ നമുക്ക് ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള പ്രോപ്പർ മാർപ്പാപ്പയുടെ എല്ലാ തരത്തിലുള്ള അംഗീകാരവും കിട്ടിയിട്ടുള്ള 2 സ്ഥലങ്ങളാണ് ലൂർദും ഫാത്തിമയും. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയപ്പം നമ്മൾ കണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാതാവിൻ്റെ പള്ളിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ രഹസ്യങ്ങൾ, അതായത് സന്തോഷം, ദുഃഖം, മഹിമ, രഹസ്യങ്ങളെല്ലാം ഇങ്ങനെ പിക്ചറൈസ് ചെയ്ത് ഇങ്ങനെ വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചേർച്ചിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പം നമ്മുടെ കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലങ്ങൾ, ഇവിടെ 7 എണ്ണം ഈ ഒരു ഭാഗത്ത്, ആ ഒരു ഭാഗത്തായിട്ട് 7 എണ്ണം അവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയും കൂടെ കണ്ടു. നല്ല രസമുണ്ട് കേട്ടോ. ഒത്തിരി സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ റോമിലെ നമ്മുടെ കത്തീഡ്രലിനേക്കാളും വലിയ സ്പേസാണിത്. അത്രയധികം സ്ഥലമുണ്ട്. ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ മാതാവിൻ്റെ ഓരോ തിരുനാളിനും അങ്ങനെ ഓരോ മാതാവിൻ്റെ സ്പെഷ്യൽ ദിവസങ്ങളിലൊക്കെ വരാറുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ നിറഞ്ഞ് കവിഞ്ഞ ആൾക്കാരുള്ളത്. നമ്മൾ ഇന്ന് വന്നതെന്ന് പറയുന്നത് വെരി വെരി ക്വയറ്റ് ഒരു എൻവയോൺമെൻറ്റാണ് ഇന്ന്. അധികം ആൾക്കാരില്ല. ഈ ഒരു ടൈമും കൂടി ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കാണാനൊക്കെ പറ്റി. അപ്പോൾ ഫ്രാൻസിസ്കയുടെയും ലൂസിയയുടെയും ജസീന്തേൻ്റെയും ഒക്കെ ഒറിജിനൽ കല്ലറ ഈ പള്ളിയുടെ അകത്തുണ്ട്. അപ്പം നമ്മൾ അതും കണ്ടിട്ടുണ്ടായിരുന്നു. എന്ത് ഭംഗിയല്ലേ, നല്ലൊരു കാം പീസ്ഫുൾ എൻവയോൺമെൻറ്റാണ്. ഹായ്, ഇപ്പം ഇവിടെ മണി അടിക്കുവാണ്. അവിടെ ഒരു ക്ലോക്ക് ഉണ്ടോ? അവിടെ നിന്ന് മണി അടിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. 8 മണിയുടെ മണിയാണിപ്പോൾ.
മണിക്കൊരു താളമില്ലേ, നല്ല താളത്തിലാണ് മണി അടിക്കുന്നത്. എന്ത് രസമാണെന്നറിയാം, ഇവിടെ ചുമ്മാ ഇങ്ങനെ നടക്കാൻ തന്നെ എന്ത് രസമാണെന്നറിയാം. വെറുതെ ഇവിടെ വന്നിരുന്നാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ കഥയിലെ 3 കഥാപാത്രങ്ങളില്ലേ, അതിൽ മെയിൻ ആളെന്ന് പറയുന്നത് ലൂസിയാണ്. ജെസീൻ്റെയും ഫ്രാൻസിസ്ക ആണെങ്കിലും ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി, ഒരു 10 വയസ്സൊക്കെ ഉള്ളത് തന്നെ മരിച്ചുപോയി. അപ്പോൾ ഈ ലൂസിയ എന്ന് പറയുന്ന സിസ്റ്റർ ആയിരുന്നു. 90 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് മരിച്ചുപോയി. 2005 മരിച്ചുപോയത്. അപ്പം സിസ്റ്റർ ലൂസിയയുടെ മരിച്ച ദിവസമാണ് ഇന്ന്. അപ്പം ഫെബ്രുവരി 13 നമ്മളിപ്പോൾ ഇന്ന് ഉള്ളത്. അപ്പോൾ ഈ ദിവസത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. നാട്ടിലൊക്കെ നമ്മളിങ്ങനെ മുട്ട കഴിഞ്ഞിട്ടൊക്കെയുള്ള നേർച്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വന്നപ്പോഴും അതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തോരം വിശ്വാസമായിരിക്കും ഇവിടെ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദ ചാപ്പൽ ഓഫ് അപ്പരീഷൻസ്. എല്ലാവരും ഇവിടെ സൈലൻ്റായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അധികം സൗണ്ട് ഉണ്ടാക്കുന്നില്ല. അപ്പം ആ 2 പ്രതിമ അവിടെ കാണുന്നതാണ് ജെസീൻ്റെയും ഫ്രാൻസിസ്കേൻ്റെയും സ്റ്റാച്യൂസ്. അപ്പോൾ അവർ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. ഇത് നമ്മുടെ ചാപ്പൽ ഓഫ് അപ്പരീഷൻസിൻ്റെ തൊട്ടിപ്പറയായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ ക്യാൻഡിൽ ഇവിടുന്ന് കത്തിച്ച് എല്ലാവരും ഇങ്ങനെ പ്രദക്ഷിണമായിട്ടിങ്ങനെ പോകും, ഇങ്ങനെ ഒരു നേർച്ചയൊക്കെ പോലെ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ തിരി കത്തിക്കുന്ന സ്ഥലത്തേക്ക് ഇവിടെ നിന്നാണ് നമ്മൾ തിരികളെ എടുത്തുകൊണ്ട് പോകേണ്ടത്. അപ്പം ഇത് പൈസ അവർ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ഇത് മോണിറ്റർ ചെയ്യാനൊന്നും ആരും ഇരിപ്പില്ല. പൈസ ഇല്ലാത്തവരാണെങ്കിൽ മേ ബി പൈസ ഇല്ലാതെയൊക്കെ എടുക്കാമായിരിക്കും തിരി. മൊത്തം ക്യാൻഡിലാണ് നോക്കി. ഇതിന് €190, അതായത് €1.90. ഇതാണ് €1. €2.90 ക്യാൻഡിൽ വയ്ക്കുക. ഒരു 10 പോലെയുണ്ട്. അങ്ങനെ നമ്മൾ ഫാത്തിമയിൽ നിന്ന് ഈ പള്ളിയിൽ നിന്ന് തിരിച്ച് പോകാൻ പോവാണ്. ഇപ്പോഴും ഈ സമയമാകുമ്പം ഇവിടെ ഇപ്പോൾ 8:30 ആയി രാത്രി. എന്നാലും ഇങ്ങനെ നേർച്ചയൊക്കെ ആയിട്ട് മുട്ടയിലൊക്കെ എഴിഞ്ഞു പോകുന്ന വിശ്വാസികളെ നമുക്ക് കാണാൻ പറ്റും. ബാക്കിലൊക്കെ ഒത്തിരി പേരുണ്ട്. ഒത്തിരി പ്രായമായ അമ്മച്ചിമാർ വരെ ഇങ്ങനെ മുട്ട എഴിഞ്ഞിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ഇവിടെ വന്നപ്പോഴും മലയാളികളെ കണ്ടല്ലേ. മലയാളികളില്ലാത്ത സ്ഥലമില്ല. നമ്മൾ സംസാരിച്ചൊന്നുമില്ല, പക്ഷേ മലയാളത്തിലുള്ള പ്രാർത്ഥന ഞാൻ കണ്ടു. ബുക്ക്, അതെ, നമ്മൾ കൊന്തയിലിപ്പോൾ അവരും കൊന്തയിലുന്നു. എല്ലായിടത്തും ഉണ്ട് മലയാളികൾ. എന്ത് വലിയ കുരിശാന്ന് നോക്കിയേ, വെറൈറ്റി കുരിശ്. ഇവിടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വലിയൊരു സ്റ്റാച്യു ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചാപ്പൽ ഓഫ് ഡെത്ത് ഓഫ് ജീസസ് എന്ന് പറയുന്ന ആ ചാപ്പലാട്ടോ അത്. അത് ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിൽ ഞാൻ അത്ര വലിയ ചാപ്പൽ കണ്ടില്ല. 8000 പേർക്കുള്ള സീറ്റിംഗ് അതിനകത്തുണ്ട്. അപ്പോൾ അത് ഈ ഭാഗത്ത്, പിന്നെ ദാ അവിടെ ആയിട്ടാണ് നമ്മുടെ പള്ളി വരുന്നത്. ഫാത്തിമയോട് വിട പറയാണ്. ഫാത്തിമ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇതാണ്, ഇവിടെയാണ് വരാനുള്ളത്. അപ്പം ഫാത്തിമയിൽ ഈ പള്ളിയിൽ വരിക എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അത് കണ്ടു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്.